സൗദി അറേബ്യയിലെ ഫാമിലി വിസിറ്റ് വിസ നമുക്ക് ഓൺലൈനിൽ കൂടി നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നമ്മൾ തവാസിൽ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ കുറേ ആളുകൾ ബോർഡർ പോയി എക്സ്റ്റെൻഡ് ചെയ്ത് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റിലത്തെ മന്തിലുള്ള ആളുകളാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കുറേ ആളുകൾ ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വേറൊന്നുമല്ല, ഇപ്പോൾ തവാസിൽ റിക്വസ്റ്റ് കൊടുക്കാതെ തന്നെ നമുക്ക് ഫാമിലി വിസിറ്റ് വിസ ത്രൂ ഓൺലൈനിൽ കൂടി തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തവാസ് റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ 100 റിയാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു 27 റിയാലിൻ്റെ ഒരു ഇൻഷുറൻസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ത്രൂ അബ്ഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫാമിലി വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതുക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം കൊടുക്കുന്ന ആൾക്കാർക്കാണ് കിട്ടുന്നുള്ളത്. അതുപോലെ സെക്കൻഡ് ടൈം കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. ഇനി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് ടൈം എങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാം, ഓൺലൈനിൽ തവാസിൽ റിക്വസ്റ്റ് കൊടുക്കാതെ നമുക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാം എന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് സമയം കളയാതെ വീഡിയോയിൽ കിടക്കാം. ഇൻഷുറൻസ് എക്സ്റ്റെൻഡ് വിസിറ്റ് വിസ അടിക്കാം. അപ്പോൾ തന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് നേരിട്ടുള്ളൊരു ലിങ്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ കോഡ്സിലേക്കാണ് നേരിട്ട് എത്തിയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്ക് ഇവിടെ പാസ്പോർട്ട് നമ്പർ എന്നുള്ളിടത്ത് പാസ്പോർട്ട് നമ്പർ അടിക്കണം. വിസ നമ്പർ ഉള്ളിടത്ത് വിസ നമ്പറും അടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നമുക്ക് കാര്യമായിട്ട് ഒന്നും ഫില്ല് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ വിസ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് അവിടെ ബോർഡർ നമ്പറും അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അതിനുശേഷം ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് അടിക്കുക. ഇവിടെ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ വിസ എന്നാണോ എക്സ്പയർ ആവുന്നത് അത് എപ്ഷെയറിൽ അത് നോക്കി ഇവിടെ ടൈപ്പ് ചെയ്യാം. ശേഷം അപ്ഡേറ്റ് അടിക്കാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ വിസ ഡ്യൂറേഷൻ, അതായത് ഇൻഷുറൻസിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് സെലക്ട് ചെയ്യാൻ ശേഷം നമ്മുടെ വിസ എക്സ്പയറി ഡേറ്റും കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് കാണാം. ഇവിടെ നമ്മൾ ടോട്ടൽ ഒരാൾക്ക് 27 റിയാലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു OTP വരും. OTP ഇവിടെ അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ കാർഡ് വെച്ചോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നുള്ളത് നമുക്ക് ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് ചെയ്യണം. അതിന് ഇവിടെ അൽറാജി ബാങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റിൽ സദാദ് എന്നുള്ള ഓപ്ഷൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻസ് കാണാം. അതായത് ട്രാൻസാക്ഷൻ ടൈപ്പിൽ നമ്മൾ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതേപോലെ ആപ്ലിക്കേഷൻ ടൈപ്പിൽ എക്സ്റ്റൻഷൻ വിസ, ഫാമിലി വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബോർഡർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് ബോർഡർ നമ്പർ ടൈപ്പ് ചെയ്യാം. അത് തെറ്റാതെ വേണം ടൈപ്പ് ചെയ്യാൻ. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്ര പേരുടെ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് കാണാം. അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. എത്ര ആണോ ഉള്ളത് അത്ര ആൾക്കാരുടെയും പേയ്മെൻറ്റ് നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ വീണ്ടും പോവുക. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എപ്ഷർ ലോഗിൻ ചെയ്യാനുണ്ട്. എപ്ഷറിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം എപ്ഷർ ലോഗിൻ ചെയ്യാം. എപ്ഷർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്ഷറിൻ്റെ ഹോം പേജിലേക്കായിട്ട് ഉണ്ടാകുക. ഇവിടെ ഫസ്റ്റായിട്ട് ഇവിടെ നമ്മൾ കാണേണ്ട ഇലക്ട്രോണിക് സർവീസിൽ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ളടത്ത് നമ്മൾ എക്സ്റ്റെൻഡ് വിസിറ്റ് വിസ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാം. ഇവിടെ എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻസ് കാണാം. ഇവിടെ 3 ഓപ്ഷൻസ് ആയിരിക്കും കാണാം. ഇതിൽ എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ എന്നുള്ളിടത്ത് നമ്മൾ ചെക്ക് മാർക്ക് കൊടുക്കുക. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ അവിടെ നമുക്ക് എക്സ്റ്റെൻഡ് വിസ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ത്രൂ ഓൺലൈനിൽ തന്നെ നമുക്ക് പുതുക്കാൻ പറ്റും.